ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ നല്ലൊരു അടിപൊളി ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ. എന്താണെന്നല്ലേ, എഗ് റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മുടെ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ലഞ്ച് ബോക്സ് റെസിപ്പീസ് എല്ലാം ഞാൻ നെയ്യിലാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നതല്ലേ, ഹെൽത്തി ആയി തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 3-4 ഗ്രാമ്പു, ഒരു 3 ഏലയ്ക്ക, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ കടുക്, ഇത്രയും കൂടി ഇട്ട് നമുക്കതൊന്ന് പൊട്ടിച്ചെടുക്കാമേ. അതിനുശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമുക്ക് ഇട്ട് കൊടുത്ത് അതിനെ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അതായത് നമ്മുടെ നിറം ഒന്ന് മാറി വരണ്ട, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയേ. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് 1-2 ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നതല്ലേ, അപ്പം അത് കണക്കാക്കി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ടെങ്കിൽ ഈ സമയം ഇഞ്ചിയും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ ചതച്ച് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ ഞാൻ ഇവിടെ 3-4 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ചതച്ചെടുത്തിട്ടുള്ളത്. ഇനി അത് ഇട്ട് നമുക്ക് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഗരം മസാലയാണ് ഉള്ളതെങ്കിൽ അതും ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഇത്തവണ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. മിക്സ് ചെയ്തതിന് നമ്മുടെ പൊടികളുടെയൊക്കെ പച്ച ചുവയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാമേ. ഇട്ട് കൊടുത്ത് അതെല്ലാം കൂടെ ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാമേ. നമ്മുടെ തക്കാളിയും ഉള്ളിയും എല്ലാം അത്യാവശ്യം നല്ലോണം ഒന്ന് നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതോടെ അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം കേട്ടോ. അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കാമേ. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കണ്ടല്ലോ, ഏകദേശം നമ്മുടെ തക്കാളി എല്ലാം നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സമയം നമുക്കിതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 2 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാമേ. അപ്പോൾ ഞാൻ ഓരോ മുട്ടയായിട്ട് ഇതിലോട്ട് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ സമയം തന്നെ നമുക്കിതിലോട്ട് മുട്ടയ്ക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് നമുക്കിതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നമ്മുടെ മുട്ട വേകാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി റെഡിയാക്കി എടുക്കുക മതി. ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ മുട്ടയെല്ലാം അത്യാവശ്യം ഒന്ന് വെന്ത് നല്ല തരിതരിയായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു എഗ് റൈസ് റെസിപ്പിയാണ് കേട്ടോ. നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണേ. അപ്പോൾ മുട്ടയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ. അതിൻ്റെ ആ ഒരു മുട്ടയുടെ ആ പച്ചയൊക്കെ ഒന്ന് മാറി നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സമയം നമുക്കിതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. ഓപ്ഷനിലാണ്, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ 1 കപ്പ് ബസുമതി റൈസ് 20 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം വേവിച്ചെടുത്തതാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിരുന്നു വേവിച്ച സമയത്ത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള എഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു റെസിപ്പിയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതിലേക്ക് വേറെ ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല. ഈ ഒരു ചോറ് മാത്രം മതി കേട്ടോ നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.